ഹായ്. അപ്പം മറ്റുള്ളവരെയൊക്കെ ചവിട്ടി മതിച്ച് ഒറ്റയ്ക്ക് ഒന്നാമനാകാനായിട്ട് നമ്മൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണോ? ആ സ്വാർത്ഥമായ ഓട്ടം നമ്മളെ എവിടെയെങ്കിലും എത്തിക്കില്ല, അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അടുത്ത 2 മിനിറ്റിൽ ഒരു ആഫ്രിക്കയിൽ നടന്ന ഒരു കഥ ഞാൻ പറയാം. അത് നമ്മുടെ ജീവിതങ്ങളെയും ചിന്തകളെയും മാറ്റിമറിക്കും. അപ്പോൾ ഇന്നത്തെ ലോകം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ തോൽപ്പിക്കുക, നമ്മൾ മാത്രം ജയിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ മാത്രം ജയിക്കുക എന്നാണ് ഇന്നത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വാർത്ഥതയുടെയും അനാവശ്യ മത്സരത്തിൻ്റെയും വിഷപ്പുകയിലാണ് പലരും ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ എല്ലാവരെയും തോൽപ്പിച്ച് നമ്മൾ മാത്രം ഒന്നാമതാകുമ്പോൾ ആ വിജയം കാണാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനോ കൂടെ ആളില്ലെങ്കിൽ പിന്നെ ആ വിജയത്തിന് പ്രത്യേകിച്ച് ഒരു വിലയില്ല, ഒരു വിലയോടെയില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഈ മത്സരോട്ടം നമുക്ക് നിർത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആഫ്രിക്കയിൽ നടന്നൊരു സംഭവം, ഒരു യഥാർത്ഥ സംഭവം ഞാനിപ്പോൾ പറയാം. അവിടെ ഒരു ഗവേഷകനുണ്ടായിരുന്നു. അവിടുത്തെ ആദിവാസി കുട്ടികൾക്കായിട്ട് ആളൊരു മത്സരം വെച്ചു, അല്ലെങ്കിൽ ഒരു റേസ് വെച്ചു. അതായത് വേറൊന്നുമല്ല, ദൂരെയുള്ള ഒരു മരച്ചോട്ടിൽ മധുരമുള്ള പഴങ്ങൾ നിറച്ചൊരു കൊട്ട വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആരാണ് ആദ്യം ഓടിയെത്തുന്നത് അവർക്ക് ഈ പഴങ്ങൾ മുഴുവൻ സ്വന്തം എന്ന് അദ്ദേഹം ഒരു നിബന്ധനയും കൂടെ വെച്ചു. വിസിൽ മുഴുങ്ങി. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആരും ഒരു കുട്ടിയും ഒറ്റയ്ക്ക് ഓടിയില്ല. പകരം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ പരസ്പരം കൈകോർത്ത് പിടിച്ച് ഒന്നിച്ചോടി ആ പഴങ്ങൾ സന്തോഷത്തോടെ അവർ പങ്കുവെച്ച് തിന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്ഭുതപ്പെട്ട് ഗവേഷകൻ ചോദിച്ചു, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് വേഗത്തിലോടി അത് മുഴുവൻ സ്വന്തമാക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ ആ കുട്ടികൾ മുഴുവനും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതെന്താണെന്നറിയാമോ? അത് വേറൊന്നുമല്ല, ഉബുണ്ടു. അതായത് മറ്റുള്ളവർ സങ്കടപ്പെടുമ്പോൾ എനിക്ക് മാത്രം എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും എന്നാണ് ഉബുണ്ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ആം ബിക്കോസ് വി ആർ. അത് വേറൊന്നുമില്ല, ഞാനുള്ളത് നമ്മളുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം ഈ കഥ നൽകുന്ന 3 പാഠങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പാഠം ഇതാണ്, റൺ ടുഗദർ. ഒറ്റയ്ക്ക് ജയിക്കുന്നതിനേക്കാൾ ഒന്നിച്ച് ജയിക്കുക എന്നാണ് റൺ ടുഗദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഷെയർ സക്സസ്. നമ്മുടെ വിജയത്തിൻ്റെ മധുരം കൂടെയുള്ളവർക്കും പങ്കുവെക്കുക എന്നാണ് രണ്ടാമത്തെ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത്, ലിഫ്റ്റ് അതേഴ്സ്. അത് പലരും ചെയ്യാത്ത സാധനമാണ്. കൂടെയുള്ളവർ വളരുമ്പോഴാണ് നമ്മുടെ വളർച്ച പൂർണ്ണമാകുന്നത്. അപ്പം ലിഫ്റ്റ് അതേഴ്സ്, ഈ 3 മോറൽ കാര്യങ്ങളാണ് ഈ ഒരു കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടെയുള്ളവരുടെ കാല് വരാതെ, സ്വാർത്ഥതയില്ലാതെ, സ്വന്തം കൂട്ടാളികളെ കൈ പിടിച്ചുയർത്തി ഒരൊറ്റ ടീമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ആ വിജയം, അല്ലെങ്കിൽ നമ്മുടെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് കണ്ട് നമുക്ക് പലരും, അല്ലെങ്കിൽ ആ കൈയടിക്കുന്ന ഒരു മൊമെൻ്റ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ സ്വാർത്ഥമായ ഓട്ടം നിർത്തി എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ച് മുന്നേറും. വി ആർ വൺ.